ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്താ ശരിയല്ലാത്തത്? അല്ല ഗിരി, ഗിരി അവനീ വിവാഹം ഇഷ്ടമല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണല്ലോ. എന്റെ ഇഷ്ടം അയാളുടെ ഇഷ്ടമായിട്ട് മാറും എന്നെങ്കിലും. ഇനി മാറിയില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. അതിനേക്കാൾ വലുതാ ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത്തവണ ഞാൻ ജയിക്കൂന്ന്? അതുപോലെ സംഭവിച്ചില്ലേ? ഏത് വീട്ടിലേക്കാണോ കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതേ വീട്ടിലേക്ക് തന്നെ ചെല്ലാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ? ഞാൻ ഹാപ്പിയാ എല്ലാ അർത്ഥത്തിലും. എന്നെ വിളിച്ചിരുന്നു. ഇവിടെ നടന്നു നീ പറഞ്ഞത് അതൊന്നും നടന്നു കാണാൻ സാധ്യതയില്ലെന്നാ അയാള് പറഞ്ഞത്. ഉടനെ അച്ഛനതങ്ങ് വിശ്വസിച്ചു. ഒരാളെ ഇഷ്ടമായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് 2 കല്യാണങ്ങൾ മുടങ്ങിപ്പോയതാ എന്റെ. അതിന്ന് ഞാൻ പഠിച്ച പാഠം എന്താണെന്നറിയോ? അവസരങ്ങൾ ഒരുപാട് തവണയൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല. കിട്ടുന്നത് ബുദ്ധിപരമായി ഉപയോഗിക്കുന്നവരെയാണ് നമ്മൾ വിജയികളെന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ ഞാനൊരു വിജയിയാണ്. ഇത് ജീവിതമല്ലേ, മത്സരമൊന്നുമല്ലല്ലോ. എന്റെ ഇത്രയും നാളത്തെ അനുഭവം രണ്ടും ഒന്ന് തന്നെയാണെന്നാ. ജീവിതം ഒരു മത്സരവാ. എനിക്കൊരു കുറ്റബോധവും. SI പറഞ്ഞതുപോലെ ഗിരിയെ ഞാൻ ചതിച്ചതാണെന്ന് തന്നെ വെക്ക്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് കേറിപ്പോകാനുള്ള ഒരു ലാസ്റ്റ് ബസ്സായിരുന്നു ഗിരി. അത് വന്നപ്പോ ഞാൻ കേറി. നിന്റെ ഭാവി, അതിനെക്കുറിച്ച് നീ ഓർത്തോ? ഓർത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കടുംപിടുത്തം ഞാൻ പിടിച്ചതും കല്യാണം ഉറപ്പിച്ചതും. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കായിരുന്നു. ഗിരിയെ ഗിരിയുടെ പാട്ടിന് വിടാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കും എന്നൊരു ഉറപ്പ് തരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമായിരുന്നോ? ഇല്ല. ഞാൻ ചെയ്തത് തന്നെയാ ശരി. ഇനി അയാള് പ്രതികാരം ചെയ്യില്ലേ മോളെ? ചെയ്യും. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കരുത്തുമായിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പോകുന്നത്. അവിടെ നീലുണ്ട്. അച്ഛനത് മറന്നോ? എന്നെ ചതിച്ച് സുഖമായിട്ട് ജീവിക്കുക ഇപ്പൊ നീല്. ആ സുഖത്തിന്റെ കുമിള പൊട്ടിച്ചു കളയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ വേദ എന്തിനു കൊള്ളാം? ഞാൻ അച്ഛന്റെ മോളാ, വാശിയുടെയും പകയുടെയും കാര്യത്തില്. അതെനിക്ക് തെളിയിക്കണം. സ്വന്തം ജീവിതമാണ്, എന്ത് ചെയ്യുമ്പോഴും ആ തോന്നലുണ്ടാവണം മനസ്സിൽ. എനിക്കിനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ആഗ്രഹിച്ച ആളെ കിട്ടിയില്ല, പിന്നെ എന്ത് ജീവിതം? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു തലവേദന ആയിരിക്കില്ല. ഒരിക്കലും തിരിച്ചു വരികയില്ല. ഒന്നുകിൽ വേദ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ചിട്ട് ഞാനും അവസാനിക്കും. നിന്നെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നോർത്താ ഗിരി എനിക്ക് സങ്കടം. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടി നശിച്ചു. എനിക്ക് എന്നെക്കുറിച്ചല്ല നീലെ സങ്കടം, നിങ്ങളെക്കുറിച്ച് ഓർത്താ. അവള് വരുന്നത് എന്നെ തോൽപ്പിക്കാനല്ലല്ലോ, നിങ്ങളെ തോൽപ്പിക്കാനല്ലേ. അതോർത്ത് നീ വിഷമിക്കണ്ട. അവളല്ല ആര് ശ്രമിച്ചാലും ഇനി അത് നടക്കില്ല. അവളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, കുറച്ച് കണ്ടു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് സ്റ്റേഷനിൽ വെച്ച് SI എന്നോട് ചോദിച്ച ചോദ്യം വളരെ ശരിയല്ലേ? എന്തിന് കല്യാണം ക്ഷണിക്കാൻ ഞാൻ അവളുടെ വീട്ടിൽ പോയി? അവളെ പ്രകോപിപ്പിക്കലായിരുന്നു സത്യത്തിൽ എൻ്റെ ലക്ഷ്യം. നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് നടന്നില്ല എന്ന് പറയാതെ പറയാം. എന്നിട്ടോ അവളത് അവസരമായിട്ടെടുത്തു, ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഞാൻ അവസരം നഷ്ടപ്പെടുത്തി ജീവിതം തുലച്ചപ്പോൾ കൃത്യമായത് ഉപയോഗിച്ച് അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ ജീവിതം തിരിച്ചു പിടിച്ചു.
എല്ലാം ശരിയാവും, നന്നാവും എന്നുകൂടി പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. വിഷമിക്കണ്ട, ഞാനും ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ സമാധാനം തകർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഒന്നിനെക്കുറിച്ചും ഒരു മുൻവിധിയും ഇപ്പൊ എടുക്കണ്ട ഗിരി. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാ കാര്യങ്ങളുടെ പോക്കെന്ന്. ചിലപ്പോ ഇല്ല, അങ്ങനൊരു സാധ്യത പോലുമില്ല. അവള് കരുതിക്കൂട്ടി തന്നെയാവും വരുന്നത്. ഒന്ന് ഞാൻ പറയാം, നീ ഒരിക്കലും തനിച്ചാവില്ല. ഞങ്ങൾക്ക് വേണ്ടിയാ നീ ഈ ഭാരം എടുത്ത് തലയിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതം തകരാതെ നോക്കേണ്ടത് ഞങ്ങളുടെയും കൂടി കടമയാ. ആ കടമ ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോ ഇനി അങ്ങോട്ടൊരു യുദ്ധം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചു അല്ലേ? സാരമില്ല, മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനും തയ്യാറെടുത്തി എന്തിനും. ഇനി എനിക്കൊന്നും നോക്കാനില്ല. വരട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, നേരിടാൻ ഞാൻ റെഡിയാ. സത്യം പറഞ്ഞ വേദ ഇത്രയും മിടിക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എങ്ങനെ നിന്ന ആളെയാ വേദ മുട്ടുകുത്തിച്ചത്. ശ്രമിച്ച് ഒടുക്കം നമ്മൾ വിജയിക്കാൻ പോകുന്നു അല്ലേ? നീലിനെ നഷ്ടപ്പെട്ടത് അതെത്ര വലുതാണെന്ന് എനിക്കറിയാം. അതിന് പകരമാവില്ല ഒരിക്കലും ഗിരി. പക്ഷേ എന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ. സ്വാതി, അവളെയാ ഞാൻ നോട്ടമിട്ടിരിക്കുന്നത്. അതവർക്കും അറിയാം. അതിന്റെ ഒരു സങ്കടം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഇപ്പൊ അതൊരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ല, ഒരു മരണ വീടാ. എവിടെ നോക്കിയാലും വേദനിച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാര്. പശ്ചാത്തലത്തിൽ വയലിൻ വായന ദേ ഇതുപോലെ. അത് തന്നെ. കല്യാണം നടക്കുന്നത് വരെ എനിക്ക് ടെൻഷനുണ്ട്. എല്ലാം അടുത്തെത്തിയെന്ന് ഞാൻ ഉറപ്പിച്ച പല സന്ദർഭങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവസാന നിമിഷം എന്റെ കൈവിട്ട് പോവുകയാ ചെയ്തത്. ഇതിലും അങ്ങനെ ചിലത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാവാൻ പാടില്ല. അന്ന് എഗ്രിമെന്റ് എഴുതി മേടിച്ചില്ലേ ഗിരിയുടെ കയ്യിന്ന്? അതൊക്കെയുണ്ട്. എന്നെ നശിപ്പിക്കാൻ നോക്കിയെന്നും പോലീസ് പിടിച്ചെന്നും കല്യാണം കഴിക്കാമെന്ന ഉറപ്പിൽ പരാതിയില്ലാതെ എല്ലാം അവസാനിപ്പിച്ചെന്നും ഒക്കെ അതിലെഴുതിയിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അങ്ങനെ നോക്കുമ്പോ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു പേടി. ഗിരിയുണ്ട്, സ്വാതിയുണ്ട്, നീലുണ്ട്. അവരെങ്ങനെയൊക്കെ ശ്രമിക്കുമെന്ന് ആർക്കറിയാം? എന്നെ ഒഴിവാക്കാൻ അവരെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാലോ? ആ പേടി വേദിക്ക് വേണ്ട. വാക്ക് തന്നാലേ വാക്കാ. ഇനിയും ഞാനത് വിശ്വസിക്കണോ? വാക്ക് പാലിക്കുന്ന സ്വഭാവം നീലിനുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വേറൊരാളെ കെട്ടേണ്ടി വരില്ലായിരുന്നു. അതും ചതിച്ച്. നിനക്കറിയോ, ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട്. എന്തൊരു ഗതികേടാ എന്റെ. ചേട്ടനെ പ്രേമിക്കുക, കിട്ടാതെ വരുമ്പോ അനിയനെ കെട്ടാൻ ശ്രമിക്കുക, അത് സമ്മതിക്കില്ല എന്ന് കാണുമ്പോ ചതിയിലൂടെ സ്വന്തമാക്കുക. വേദ, അങ്ങനെ നീ ഇപ്പൊ ചിന്തിക്കരുത്. വേദ തളർന്ന എല്ലാം അവസാനിക്കും. ഇപ്പൊ കുറ്റബോധത്തിന്റെ ഒരു ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ സഹോദരന്റെ ഭാര്യയായിട്ടല്ലേ വരുന്നത്. അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാ ഇത്. ഇപ്പൊ പല സങ്കടങ്ങളും തോന്നുമെങ്കിലും പിന്നീട് എല്ലാം ശരിയായിക്കോളും. ശരിയായിക്കോളൂന്നോ? ഒന്നും ശരിയാക്കാനല്ല ഞാൻ വരുന്നത്, നശിപ്പിക്കാനാ. നശിപ്പിച്ച് നാരായ പേര് പറിക്കാൻ. കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്?
കല്യാണം ചെറിയ തോതിൽ മതിയെന്ന് ഗിരി പറഞ്ഞല്ലേ? ഉവ്. അപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞു? അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലേ? ആദ്യം സ്വന്തം മോളെ സ്നേഹിക്കും, എന്നിട്ട് മതി ഭാവി മരുമകനെ സ്നേഹിക്കുന്നത്. ഈ വീട്ടിലെ ഏക മകളാ ഞാൻ. നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്ന വിധത്തിൽ വേണം എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ. അന്നാ അമേരിക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കല്യാണം വന്നപ്പോ പലതും തീരുമാനിച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്രാവശ്യവും വേണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. സർവാഭരണ വിഭൂഷിതയായിട്ട് വേണം എനിക്ക് ആ വീട്ടിൽ ചെന്ന് കയറാൻ. അറിയാലോ അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ലാന്ന്. അപ്പോ പണം എറിഞ്ഞു വേണം എനിക്കവിടെ ലാൻഡ് ചെയ്യാൻ. നീലിന്റെ ഭാര്യയായ സ്വാതി അവിടെ വന്ന് കയറിയത് വളരെ തുച്ഛമായ ആഭരണങ്ങൾ അണിഞ്ഞിട്ടാ. ഞാൻ 100-300 പവനും കൊണ്ട് കയറി ചെല്ലുമ്പോ അതിൻ്റെതായൊരു വെയിറ്റ് കിട്ടും. നിനക്ക് എത്ര വേണമെങ്കിലും തരാം. നീ പറയുന്നത് മുഴുവനും ചെയ്യാം. പക്ഷെ ഗിരി, അവന് നിന്നോട് ദേഷ്യമോ മോളെ? അങ്ങനെ ഒരാളുമായിട്ട് ജീവിതം തുടങ്ങുമ്പോ അതെന്തായി തീരുമെന്നും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. 1 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടാ നീല് സ്വാതിയെ കല്യാണം കഴിച്ചത്. ഒട്ടും ചേർച്ചയില്ലാത്ത 2 പേര്. എന്തൊക്കെയായിരുന്നു അവർ തമ്മില്? എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? സ്വാതിയെ പോലെയാണോ നീ? അവളോട് എല്ലാവർക്കും പെട്ടെന്ന് അടുപ്പം തോന്നും. അത് അച്ഛൻ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ. അടുപ്പൊക്കെ ഞാൻ വിചാരിച്ചാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. കല്യാണം ഗംഭീരമായിട്ട് നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാദ്യം. എന്റെ മട്ടും പകിട്ടും കണ്ട് ആ സ്വാതിയുടെ കണ്ണ് മഞ്ഞളിക്കണം. സ്വാതി വീണ എല്ലാവരും വീഴും. നിന്റെ ഈ മനസ്സാ ഇനി മാറ്റേണ്ടത്. ഇതുവരെ ചെയ്തതൊക്കെ നമുക്ക് മറക്കാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജീവിതം സമാധാനമുള്ളതാവണ്ടേ? അത് നീ വിചാരിച്ചാലേ നടക്കൂ. നീ പറഞ്ഞല്ലോ സ്വാതിയും നീലും തമ്മിലുള്ള വഴക്ക് തീർന്നു. എങ്ങനെയാ തീർന്നത്? സ്വാതിയുടെ മിടുക്കുകൊണ്ടാ. അവൾ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാം സഹിച്ചു. അങ്ങനെ വേണം നീയും. അങ്ങനെ വേണം നീയും. അതമ്മ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാ മതി. അമ്മേ, ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? അവിടെയുള്ളവരുടെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് സ്വാതിയാവാനല്ല, വേദയായി തന്നെ ജീവിക്കാനാ പോകുന്നത്. അപ്പൊ നമ്മുടെ തലവേദന തീരില്ലെന്ന് ചുരുക്കം. ആ പേടി വേണ്ട. അച്ഛൻ കണ്ടോ ഈ മകൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോകുന്നെന്ന്? എന്റെ കഴിവിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ അഭിമാനം തോന്നുന്ന ഒരു ദിവസം വരും. അതാണ് വേദയുടെ സ്വപ്നം. അപ്പോ അത് ഉറപ്പിച്ചു അല്ലേ? അതെ, ചതിച്ചതാ. രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലാതെ വന്നു. അങ്ങനെയേ വരൂ. പ്രശ്നത്തിൽ എന്ന് കണ്ടത് നടക്കണമല്ലോ. സാരമില്ല, ധൈര്യത്തോടെ നിൽക്കുക. ദേവി കാത്തോളും. എനിക്ക് എന്ത് സംഭവിച്ചാലും വിഷമമില്ല. പക്ഷേ ഏട്ടന്റെ വീട്ടുകാര്, ആ വീട്ടിലിപ്പോ സന്തോഷവും സമാധാനവും ഉണ്ട്. അത് പോവും. ഈ വിവാഹം നടന്ന ആ വേദ അത് കളയും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാന്നല്ലാതെ. അത് മനസ്സിൽ നിന്ന് കളയൂ. വരുന്ന വിപത്തിനെ വരുന്നിടത്ത് വെച്ച് തടയുക. പിന്നെ മറ്റൊരു വിശേഷമുണ്ട്. എന്താ? ഞാനൊരു യാത്ര പുറപ്പെടുക. എങ്ങോട്ട്? കാശിയിൽ വരെ പോണം. മുത്തശ്ശൻ പോയാ? മുത്തശ്ശൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. വേണമെന്ന് വെച്ചിട്ടല്ല, ചില നിമിത്തങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. പുറപ്പെട്ടു പോയ എൻ്റെ മകനില്ലേ, നിന്റെ അച്ഛൻ, അയാൾ ആ ദിക്കിൽ എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ തോന്നലിന് കൂടുതൽ ബലം കിട്ടി. എന്നാൽ പോയി അന്വേഷിക്കണമെന്ന് മനസ്സ് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാ അതൊരു തീരുമാനത്തിലെത്തിയത്. എന്റെ അച്ഛനെ കണ്ടാ കൂട്ടിക്കൊണ്ട് വരില്ലേ? അതിനാ പോകുന്നത്. കാണുമോ എന്നൊന്നും അറിയില്ല. കണ്ടാലും കൂടെ വരുമോ എന്നും അറിയില്ല. നിഷേധിയായിരുന്നു. ഞാനൊരു ശത്രുവിനെ പോലെയായിരുന്നു.
എന്നാലും ശ്രമിക്കാം. ശ്രമിച്ചാൽ ഒരുപക്ഷെ വന്നേനെ എന്ന് നാളെ ഒരിക്കൽ തോന്നാൻ പാടില്ലല്ലോ. ഞാൻ ക്ഷണിച്ചു എന്ന് പറയണം, എന്നെ കണ്ടു എന്ന് പറയണം, പറ്റിയ ഫോൺ ചെയ്യിക്കണം. എനിക്ക് സംസാരിക്കണം. അതെല്ലാം മനസ്സിലുണ്ട്. ആദ്യം അവിടെ എത്തട്ടെ. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം, പേടിക്കണ്ട. ഞാനില്ലെങ്കിലും എൻ്റെ മനസ്സിവിടെ തന്നെ ഉണ്ടായിരിക്കും. സമാധാനമായിട്ടിരിക്കുക. ഇന്നാ ഡ്രസ് എടുക്കാൻ പോയത്, സാരിയും മറ്റും. പോയ കൂട്ടത്തില് നിങ്ങൾക്ക് ഓരോന്നെടുത്തു. എന്നാ പിന്നെ കൈയോടെ നേരിട്ട് വന്നതങ്ങ് തരാന്ന് വിചാരിച്ചു. അതാ വന്നത്. സാധാരണ കല്യാണത്തിന് മുൻപ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ വരുന്ന പതിവില്ല. അതൊക്കെ പണ്ടത്തെ ആചാരങ്ങളല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികള് നേരെ തിരിച്ചാ. ചെറുക്കന്റെ വീടും പരിസരവും കണ്ട് ബോധ്യപ്പെട്ടാലേ കല്യാണത്തിന് അവർ സമ്മതിക്കൂ. ഒരു ജീവിതകാലം മുഴുവൻ അവൾക്ക് കഴിയേണ്ട സ്ഥലം അവൾ കാണുന്നതിൽ എന്താ തെറ്റ്? പിന്നെ പതിവ് അതല്ലല്ലോ എന്റെ കാര്യത്തിൽ നടക്കുന്നത്, ആണോ? ഇത് അമ്മയ്ക്ക്, ഇത് അച്ഛന്, ഇത് സ്വാതിക്ക്, ഇത് നീലിന്. നീലിന്റെ ഫേവറേറ്റ് നിറം തന്നെയാ നോക്കിയെടുത്തത്. ഇതിട്ടിട്ട് വേണം കല്യാണത്തിന് വരാൻ. ഗിരിക്ക് ഞാനൊരു കുർത്തയാ എടുത്തത്. കഴിയുമെങ്കിൽ ഇത് വേണം കല്യാണത്തിനിടാൻ. ആഹാ, എനിക്കൊന്നും വാങ്ങിയില്ലേ? കൊള്ളാം. എന്റെ പ്രിയപ്പെട്ട നാത്തൂന് ഞാൻ വാങ്ങാതിരിക്കോ? ദാ ഇതാണ് ഗൗരിക്ക്. താങ്ക് യു. എന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്നറിയാം. എന്ത് ചെയ്യാനാ, എന്റെ ക്യാരക്ടർ ഇങ്ങനെയാ. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ അപ്പ ചെയ്യും. നീലിനത് നന്നായിട്ടറിയാം. ഇനി ഗിരിയും അത് മനസ്സിലാക്കിക്കോളും. ആ, വേദിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ, ഒന്നും വേണ്ട. ചായ കുടിയും കുടിപ്പിക്കലും ഒക്കെ പിന്നെ ആവാലോ. ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. എന്താ ഗിരി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? ഗിരിയുടെ ഭാവി വധുവാ ഈ വന്ന് നിൽക്കുന്നത്. മിണ്ടാനും പറയാനും ഒന്നുമില്ലേ? നിന്നോടോ? എനിക്കോ? നല്ല കഥ. ഓ, ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? സാരമില്ല, പതുക്കെ മാറിയാ മതി. സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ നീലേ? നീലിന് അറിയാവുന്നതുപോലെ എന്നെ വേറെ ആർക്കും അറിയില്ലല്ലോ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. സ്വാതി, ചായ എടുക്കുമോളെ. ചായ വേണ്ടമ്മേ. നിങ്ങളുടെ മുഖം കണ്ടപ്പോ തന്നെ തൃപ്തിയായി, വയറ് നിറഞ്ഞു. ഞാൻ ഈ തന്നതൊന്നും നിങ്ങൾ ഇടില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എന്റെ കടമ ഞാൻ ചെയ്തു. സ്വാതി, ഒരു മിനിറ്റ്. എനിക്ക് നിന്നോടൊരു സ്വകാര്യം പറയാനുണ്ട്. അതിന് ഇവരുടെയൊക്കെ അനുവാദം വേണോ? ഒന്ന് വാടോ, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. മോശമായി പോയി. ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്നവരോട് പെരുമാറുന്നത്?
അവളെ പോലെ ഉള്ളവരോട് ഇങ്ങനെ പെരുമാറാവൂ. ഡ്രസ്സുമായിട്ട് വന്നിരിക്കുന്നു, എന്റെ പട്ടിയിടും. പേടിച്ചോ? ഇല്ല. ഇപ്പോഴോ? രാവിലെ ഗുളിക കഴിക്കാൻ മറന്നുവല്ലേ? അതെടി, ഗുളിക കഴിക്കാൻ മറന്നു. അത് കഴിക്കാനും ചിലരെ കൊണ്ട് കഴിപ്പിക്കാനുമാ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ പേടിച്ചില്ലേ? അയ്യോ, പേടിച്ചു. പ്ലീസ് വേദ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കളിയാക്കണ്ട, ഒരുങ്ങിയിരുന്നോ? പുറത്ത് നടന്ന അംഗം ഇനി ഈ വീട്ടിനുള്ളിലായിരിക്കും.